ഹലോ, ഹലോ, ശ്രീജിത്ത് സാറല്ലേ? അതെല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. ആരെ? ഓർമ്മയില്ലേ? പെരുമ്പഴ കുരിശടി എടുത്ത് 2 പിള്ളേർ മിസ്സിംഗ് കേസിന്. ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറ്റിയെന്നോ? അന്ന് സാർമാരത്തെ എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ എന്റെ പപ്പാക്ക് വയ്യാത്തേന്ന്. ആന്നോ? അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. ഞാൻ എന്റെ കാര്യം പറയുന്നേ. തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഠിച്ചപ്പോ സീരിയസ് ആയിട്ട് കിടന്നു. ഇപ്പൊ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാ പോയി. ഞങ്ങൾക്കാണ് ഇപ്പൊ ഇല്ലാതെ വന്നത്. വളരെ ഹൃദയഭേദകമായ ഒരു 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 കരച്ചിലായിരുന്നു ആ കൊച്ചിൻ്റെ. എൻ്റെ പപ്പ പോയി സാറേ എന്ന് കുണ്ട്രയിലെ പോലീസ് സ്റ്റേഷനിലെ ശ്രീജിത്ത് എന്ന CPO പറയുന്നത്. ആ കൊച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നത് പപ്പായ്ക്ക് തലയുടെ പിൻവശത്തും അതുപോലെ നട്ടലിനും ക്ഷതമേറ്റിട്ടുണ്ട്. ആരാണ് ഈ ക്ഷതമേൽപ്പിച്ചത് എന്ന് ഡോക്ടർ കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചു. അത് ശ്രീജിത്ത് സാറ് ആണ്. അദ്ദേഹമാണ് പപ്പായെ പിടിച്ചോണ്ട് പോയത്. ആ കുട്ടിയുടെ രോദനം നമ്മൾ കേട്ടല്ലോ. ആ കുട്ടിയുടെ പിതാവ് സിയാദിൻ്റെ പേരിലുള്ള ആരോപണം അവരുടെ വീടിനടുത്തുള്ള 2 പെൺകുട്ടികൾ കാണാതെ പോയി. അതോടുകൂടി പപ്പായെ ശ്രീജിത്ത് എന്ന CPO അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയി. അതിനുശേഷം ആ പോലീസ് കാറിലിട്ട് ക്രൂരമായി ശ്രീജിത്ത് എന്ന CPO മർദ്ദിച്ചു. നട്ടെല്ലിനും അതുപോലെ തന്നെ കഴുത്തിൻ്റെ പിന്നിലും അല്ലെങ്കിൽ തലയ്ക്ക് പിന്നിലും പരിക്കേറ്റു. ഹോസ്പിറ്റലിലെ ഡോക്ടർ ആ കൊച്ചിൻ്റെ അടുത്ത് ചോദിക്കുന്നു, ആരാണ് ഇത്ര ക്രൂരമായിട്ട് ഇടിച്ചത്? അത് ശ്രീജിത്ത് എന്ന CPO ആണ് കുണ്ട്രയിൽ. എൻ്റെ പപ്പ പോയി എന്ന് പറഞ്ഞ് വിലപിക്കുന്ന കൊച്ചിൻ്റെ കരച്ചിൽ നമ്മൾ കേട്ടു. വളരെ സങ്കടകരമായ ഹൃദയഭേദകമായ ഒരു കരച്ചിലാണ് ആ കൊച്ചിൻ്റെത്. ഇതിന് എതിരായി അതിശക്തമായ നടപടിയാണ് പോലീസ് എടുക്കേണ്ടത്. അത് അന്നത്തെ ദിവസം അവിടെ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ കാറിലിട്ട് ഇടിച്ചു എന്ന് അത് കൊച്ചു കണ്ടു. പപ്പ വന്നപ്പോൾ ചോദിച്ചപ്പം കാറിലിട്ട് ഇടിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഹോസ്പിറ്റലിന് അടുത്ത ദിവസം വിട്ടയച്ചു. കാരണം മിസ്സായ പെൺകുട്ടികളെ തിരിച്ചു വന്നു. ആരോപണം അതായിരുന്നു. ആരോപണം കേട്ടപാടെ എടുത്തിട്ടിടിക്കുന്നത് പോലീസിൻ്റെ ഒരു സ്വഭാവമാണ്. എന്തിനാണ് ഇങ്ങനെ മനുഷ്യനെ ഇടിച്ചു കൊല്ലുന്നത്? വളരെ ദാരുണമായ ഒരന്ത്യം. കാരണം സിയാദിൻ്റെ ആ പരിക്കുകൊണ്ട് തന്നെയാണ് മരണപ്പെട്ടത്. കുണ്ട്ര പോലീസ് സ്റ്റേഷനിലെ അവിടെ DYFIയുടെ പ്രകടനം നമ്മൾ കണ്ടു. അവിടെ ആഭ്യന്തര വകുപ്പ് അടിയന്തരമായിട്ട് ഇടപെട്ട് ഇതിന് കേസെടുക്കണം എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. അവിടെ മുൻമന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ നേതൃത്വത്തിൽ DYFI ആൾക്കാർ അവിടെ പ്രകടനം നടത്തി. അതോടൊപ്പം തന്നെ പെട്ടെന്ന് ആശുപത്രി കൊല്ലം ആശുപത്രി കൊണ്ടുപോയപ്പം സ്ഥിതി മോശമാണ്, ക്രിട്ടിക്കലാണെന്ന് അറിഞ്ഞതുകൊണ്ട് വീണ്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. ഇവിടെ വെച്ചാണ് മരണപ്പെട്ടത്. ഇതൊരു പോലീസ് മർദ്ദനം കൊണ്ട് ഉള്ള ഒരു മരണം തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ആ കൊച്ചിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ആ കൊച്ചിൻ്റെ പപ്പ മരിക്കുന്നതിന് മുമ്പ് കൊച്ചിനടുത്ത് പറഞ്ഞതാണ്, അതൊരു മരണമൊഴി തന്നെയാണ്. അതുകൊണ്ട് ഇതിനകത്തൊന്നും നോക്കാനില്ല. ആ മരണത്തിന് കാരണക്കാരൻ CPO തന്നെ. പോലീസ് കേസെടുക്കണം, അടിയന്തരമായിട്ട് കേസെടുക്കണം. ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് ഇമേജിന് തകരാറ് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കേസ് തന്നെയാണിത്. പോലീസ് മർദ്ദനം
അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ചില ഗുണ്ടകളെയൊക്കെ ചിലപ്പം തല്ലുന്നത് കൊള്ളാമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ അതിനൊന്നുള്ള ധൈര്യമൊന്നും പോലീസിനില്ല. ഇപ്പോൾ അടി കൊടുക്കേണ്ടവന് കൊടുക്കില്ല. ഒരു കേസിൽ സംശയിച്ചു കഴിഞ്ഞാൽ അടി അങ്ങ് തുടങ്ങുകയാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് കുണ്ടറ പോലീസ് കേസെടുക്കണം. അവിടുത്തെ DYFIയും മേഴ്സിക്കുട്ടിയമ്മയും ഒക്കെ അതിന് എതിരായി അതിശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പും DGPയും അടിയന്തരമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യണം. ആ കൊച്ചിൻ്റെ മൊഴി പകർത്തിയിട്ട്, അല്ലെങ്കിൽ ആ മരിച്ചയാളുടെ അമ്മയോ സഹോദരങ്ങളോ ആരാന്നുള്ളത് എന്തായാലും ആ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയേ പറ്റുള്ളൂ. കാരണം മരണത്തിന് തൊട്ടു മുമ്പ് മരണകാരണം കൊച്ചിൻ്റെ അടുത്ത് കൺവോയ് ചെയ്തത് പിതാവാണ് സിയാദ്. അതുകൊണ്ട് പോലീസ് അടിയന്തര നടപടി എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പം ലഭ്യമായിട്ടുണ്ടാവും. മരണകാരണം എന്താണെന്ന് പറയും. അദ്ദേഹം അസുഖക്കാരനാണെന്ന് പറഞ്ഞാൽ അത് വേറെ ഇടപാടുകളാണ്. അസുഖമൊക്കെ കണ്ടേക്കുമായിരിക്കാം. പക്ഷെ നട്ടെല്ലിനൊരു അസുഖം, അവിടെ തകരുന്നൊരു അസുഖം ഇല്ലല്ലോ. അത് ഇടിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. തലയുടെ പിൻവശത്ത് ഉള്ള ഇടി, അതും ഇടിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് കാറിനകത്തിട്ട് സംഭവിച്ചതാണെങ്കിൽ തല കാറിനകത്ത് ചേർത്ത് വെച്ച് ഇടിച്ചിട്ടുണ്ടാവും. ഈ 2 പരിക്കുകളും അതൊരു അസുഖത്തിൻ്റെ പരിക്കല്ല. അത് ആ പരിക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് കരുതുന്നു. ആ കുട്ടി ആ പോലീസ് ഉദ്യോഗസ്ഥനെ നേരിട്ട് വിളിച്ച് പറയുന്നത്, എൻ്റെ പപ്പായെ പിടിച്ചുകൊണ്ട് പോയത് ഓർമ്മയില്ലേ? 2 കുട്ടികളെ മിസ്സായ സമയത്ത് പപ്പായെ സംശയിച്ച് കൊണ്ടുപോയില്ലേ? ആ പപ്പയല്ലേ നിങ്ങൾ ക്രൂരമായി ഇടിച്ചത്? എൻ്റെ പപ്പ പോയി സാറേ, എൻ്റെ പപ്പ പോയി സാറേ എന്നുള്ള ആ രോദനം ഹൃദയഭേദകമാണ്. അത് നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. അതാണ് തുടക്കത്തിലെ ഞാൻ അത് കേട്ടത്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രതികരണം വരുന്നത്. ഇത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അത് ഏത് പോലീസായാലും, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ശരി, പോലീസ് സ്റ്റേഷനിൽ ഇത്ര ക്രൂരമായി മർദ്ദിച്ച് ആ മർദ്ദനം മൂലം മരണപ്പെടുന്ന സംഭവമാണിത്. അതുകൊണ്ട് ഇതിന് അടിയന്തര നടപടി എടുക്കണം ആഭ്യന്തര വകുപ്പും DGPയും. ഇത് ഈ സർക്കാരിൻ്റെ ഇമേജ് പോകുന്നത് ഒരു സംഭവം തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്.